ശ്രീ കെ സി വേണുഗോപാൽ MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ സി വേണുഗോപാൽ, ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. ശരണ്യെ വനമേഖലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. താങ്കളുടെ ഉൾപ്പെടെ ഇടപെടൽ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പം കർണാടക ഫോറസ്റ്റ് മിനിസ്റ്റർ ഇപ്പം എന്നോട് തൊട്ട് മുമ്പ് സംസാരിച്ചിരുന്നു. ശരണ്യെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാൻ പറ്റുന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത് സുരക്ഷിതമായിട്ട് അവരെ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഞാൻ കർണാടക മുഖ്യമന്ത്രിയുമായിട്ട് ഇത് സംബന്ധിച്ച് സംസാരിച്ചത്. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ടീമിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ തന്നെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനനുസരിച്ചിട്ട് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും റവന്യൂവിന്റെയും ഒക്കെ തന്നെ സംയുക്തമായിട്ടുള്ള സ്ക്വാഡുകൾ 100ഓളം പേര് രംഗത്തിറങ്ങാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു. എന്തായാലും ആശ്വാസകരമായത് ഇവരെ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ്. കേരളം ഒട്ടാകെ സന്തോഷിക്കുന്ന, ആ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്ന വാർത്തയാണിത്. ഇതിനെ കർണാടക സർക്കാരിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവരുടെ ഒരു എഫേർട്ട് അപ്രീഷ്യബിൾ ആണ് എന്നൊരു കാര്യവും. ശ്രീ കെ സി വേണുഗോപാൽ, അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. നമുക്ക് പല ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും വിളിക്കാൻ കഴിയുന്നില്ല. ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണല്ലോ അല്ലേ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പങ്കുവെച്ചിട്ടുണ്ട്? അങ്ങനെയാണ് ഇപ്പൊ നിന്നോട് പിന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഈശ്വർ ഖണ്ഡ്രെ, കർണാടക വനം വകുപ്പ് മന്ത്രി ഇപ്പൊ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ രാവിലെ തന്നെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നതാണ്. അദ്ദേഹമാണ് ഇപ്പൊ തിരിച്ചു വിളിച്ച് പറഞ്ഞ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അവരുടെ കൂടെ ഉണ്ട്. അവരൊക്കെ തന്നെ അവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ പുറത്തേക്ക് എത്തിക്കാനാകുമെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അല്ല, അതിന്റെ ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ കൊണ്ടുവരാനുള്ള ഇതൊരു വല്ലാത്തൊരു റിമോട്ട് ഏരിയയാണ്. അവിടുന്ന് കൊണ്ടുവരാനുള്ള എല്ലാ എഫേർട്ടും ഗവൺമെന്റ് തന്നെ നേരിട്ട് കണ്ടെത്തും. തീർച്ചയായും വളരെയധികം സന്തോഷം. കുടുംബത്തിനും ഏറെ ആശ്വാസകരമാകും. താങ്കൾ ഉൾപ്പെടെയുള്ളവർ കുടുംബവുമായി സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കർണാടക വനം മന്ത്രി തന്നെ അറിയിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ബന്ധുക്കൾ ഉൾപ്പെടെ ആ വിവരം അറിഞ്ഞ് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 4 ദിവസമായി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല.